PM ശ്രീയിൽ ഒപ്പിട്ട ശേഷം പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം കാപട്യമാണ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എടുത്തു പറയുകയാണ്. പാവപ്പെട്ടവരുടെ മക്കളെ വഞ്ചിക്കരുത് എന്നും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുത് എന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ കൊടുക്കുന്ന കത്തിന് കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പരിഹസിച്ചു. PM ശ്രീ ചൈനീസ് സിലബസാണ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2023 NEP നടപ്പാക്കിയിട്ടുണ്ട്. ആഗോള സിലബസ് എന്ന് പറഞ്ഞാണ് അന്ന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയത്. വിസിമാരുടെ യോഗത്തിൽ ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. PM ശ്രീ ചൈനീസ് സിലബസ് എന്ന് പറഞ്ഞ് നടപ്പാക്കട്ടെ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അതിനാൽ കേന്ദ്രത്തിൻ്റെ നയമെന്ന് പറഞ്ഞ് NEPയെ തള്ളേണ്ടതില്ല. പാവപ്പെട്ടവരുടെ മക്കൾക്ക് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പും കേന്ദ്രമന്ത്രി നൽകുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു. സമകാലിക കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഇത്. മോഡൽ പരീക്ഷയുടെ നടത്തിപ്പിനും കായികമേളയുടെ നടത്തിപ്പിനും മറ്റും വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കേണ്ട സാഹചര്യമാണ്. വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം പല ഘട്ടങ്ങളിൽ മുടങ്ങിയ സാഹചര്യത്തിൽ 3 മാസം കൂടുമ്പോൾ നടക്കേണ്ട അധ്യാപക പരിശീലനത്തിന് പോലും പണമില്ല. SSKയുടെ കീഴിൽ 7000 ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളമില്ല. പാഠപുസ്തക അച്ചടി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തകിടം മറിഞ്ഞ അവസ്ഥയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം PGA ഇൻഡെക്സിൽ 1000 പോയിന്റിൽ 594 പോയിന്റ് മാത്രം നേടി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളം താഴേക്ക് പോയി. വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ പരിവർത്തനങ്ങൾ വരേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതോടെ തുടക്കത്തിൽ 336 സ്കൂളുകൾക്ക് 10,000 വിദ്യാർത്ഥികൾക്ക് ഗുണഫലം ഉണ്ടാകുമായിരുന്നു. ഒരു ബ്ലോക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, പഠന സൗകര്യങ്ങൾ തുടങ്ങിയ വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷം കാതലായ മാറ്റത്തിന് വിധേയമാകും. കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്ക് തുല്യമായ അല്ലെങ്കിൽ അതിലും മുകളിൽ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും. NEP അനുസരിച്ച് കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ബഹുഭാഷാ ആവശ്യങ്ങൾ, അക്കാദമിക് കഴിവുകൾ എന്നിവ പരിപാലിക്കുകയും അവരെ സ്വന്തം പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുകയും ചെയ്യുന്ന തുല്യവും ഉൾക്കൊള്ളുന്നതും സന്തോഷകരവുമായ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ PM ശ്രീ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകും. PM ശ്രീ സ്കൂളുകൾ അതത് പ്രദേശങ്ങളിലെ മറ്റു സ്കൂളുകൾക്ക് മെൻറ്റർഷിപ്പ് നൽകിക്കൊണ്ട് നേതൃത്വം നൽകും. ഈ സ്കൂളുകളിൽ സ്വീകരിക്കുന്ന അധ്യാപന രീതി കൂടുതൽ അനുഭവപരവും സമഗ്രവും സംയോജിതവും ഉപകരണ അധിഷ്ഠിതവും അന്വേഷണ അധിഷ്ഠിതവും കണ്ടെത്തൽ കേന്ദ്രീകൃതവും പഠിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതും ചർച്ചാ അധിഷ്ഠിതവും വഴക്കമുള്ളതും ആസ്വാദകരവും തന്നെയായിരിക്കും.